കോഴിക്കോട് ചേവായൂർ സഹകരണ ബാങ്ക് ഭരണം വിമത വിഭാഗം പിടിച്ചു. CPIM പിന്തുണയോടെ മുഴുവൻ സീറ്റും വിമത വിഭാഗത്തിന് ലഭിച്ചു. 11 സീറ്റിലേക്കായിരുന്നു മത്സരം. വിജയിച്ചവരിൽ 7 പേർ കോൺഗ്രസ് വിമതരും 4 പേർ CPIM സ്ഥാനാർത്ഥികളുമാണ്. സമീർ സി മുഹമ്മദ് കോഴിക്കോട് ഇപ്പോൾ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട് വലിയ സംഘർഷമാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അവിടെ ഉണ്ടായത്. ഒടുവിൽ വിമതർക്ക് ഭരണം. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ് സൂചിപ്പിച്ചതുപോലെ രാവിലെ 8 മണി മുതലായിരുന്നു തെരഞ്ഞെടുപ്പ് ആരംഭിച്ചത്. അതുമുതൽ തന്നെ വലിയ സംഘർഷമായിരുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള വിഭാഗവും ഒപ്പം തന്നെ CPIM പിന്തുണയോടെ മത്സരിക്കുന്ന കോൺഗ്രസ് വിമത വിഭാഗവും തമ്മിലായിരുന്നു മത്സരം. അതിനൊടുവിലാണ് ഇപ്പോൾ 11 സീറ്റിലും ഈ വിമത വിഭാഗം വിജയിച്ചിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വീണ്ടും അഡ്വക്കേറ്റ് GC പ്രശാന്ത് കുമാറിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തിരിക്കുന്നു. ഈ സംഘർഷവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇപ്പോൾ ഈ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നത്. ഈ ഭരണസമിതി അധികാരമേറ്റിരിക്കുന്നു. വലിയ ആഘോഷമായിക്കൊണ്ട് CPIM പ്രവർത്തകരും അതുപോലെ തന്നെ ഈ വിമത വിഭാഗവും ഇപ്പോൾ നഗരം ചുറ്റുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ ഭരണത്തിൽ ഉണ്ടായിട്ടുള്ള ഈ മാറ്റത്തിൽ വലിയ ഒരു അമർഷമുണ്ട്. ഒപ്പം ഇതിൽ ഈ ഭരണമാറ്റം ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോൺഗ്രസ് നിയമ നടപടിക്ക് നീങ്ങുകയാണ്. അതായത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കപ്പെട്ടു എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന വോട്ടർമാരെ തടഞ്ഞുവെക്കുകയും അവിടേക്ക് വോട്ടർമാരെ കൊണ്ടുവന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുകയും അതിൽ ആക്രമിക്കുകയും ചെയ്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഒപ്പം തന്നെ ഈ അനിഷ്ട സംഭവങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് നാളെ ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഹർത്താലിനോട് സഹകരിക്കേണ്ട എന്നുള്ള ഒരു വിഭാഗവുമായിക്കൊണ്ട് അത് പ്രധാനമായും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഉൾപ്പെടെ ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിട്ടുണ്ട്. ഉമേഷ്.